നമ്മൾ CMA യൂസിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് CMA യൂസിൽ പ്ലാനിങ്, ബഡ്ജറ്റിങ്, ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, അതുപോലെ കോസ്റ്റ് മാനേജ്മെൻറ്റ്, ഇൻറ്റേർണൽ കൺട്രോൾസ്, അതേപോലെ നമുക്ക് പെർഫോമൻസ് മെഷർമെൻറ്റ്, മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഒരു ഏരിയാസ് നമുക്കുണ്ട്. അതേപോലെ പാർട്ട് 2-ൽ കുറച്ച് ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, ഒരു കോർപ്പറേറ്റ് ഫൈനാൻസിങ് രീതികൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് CMA യൂസിലുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ CMA യൂസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഡിസിഷൻ മേക്ക് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ പഠിക്കാനുണ്ട്. ഒരു കോസ്റ്റ് കൺട്രോളിങ് ചെയ്യാൻ പറ്റും, ഒരു ബഡ്ജറ്റിങ്, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഒരു കമ്പനിയുടെ ആ കമ്പനി ലാഭത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം, ഒരു CMA എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം അല്ലേ. ഇപ്പോൾ നമ്മുടെ CMA യൂസിനെ കുറിച്ച് പറയുന്നത് നമ്മളെ CMA യൂസിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ കോസ്റ്റ് കൺട്രോളിങ്, അതുപോലെ കോസ്റ്റ് മാനേജ്മെന്റ്. കാരണം ഒരു ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആണ്, കാരണം ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. കാരണം നമ്മൾ ഒരു CMA കയ്യിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് കിട്ടിയല്ല അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പനിയുടെ ഫ്യൂച്ചർ ആയ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യം നമുക്ക് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ പറ്റും.